ഹലോ ഫ്രണ്ട്സ്, ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ജ്യൂസ് ഏതാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ: ഓറഞ്ച് ജ്യൂസ്. അതെ, നാവിൽ ഒരേ സമയം മധുരവും പുളിയും എതിർന്ന ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. ഇന്ന് ജ്യൂസ് ഷോപ്പുകളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ബോട്ടിലുകളിലും പൗച്ചുകളിലും ലഭിക്കുന്ന വിവിധ ബ്രാൻഡുകളുടെ ഓറഞ്ച് ജ്യൂസുകളുടെയും രുചി നാം നുണയാറുണ്ട്. അത്തരത്തിൽ വ്യാവസായികമായിട്ട് ഓറഞ്ച് ജ്യൂസ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നുള്ള അറിവുകളാണ് ഫാക്ടറി TV ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഓറഞ്ച് ജ്യൂസിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഓറഞ്ച് ചരിത്രം കേട്ടാലോ നമുക്ക്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഓറഞ്ച് കൃഷി ചെയ്യുവാൻ ആരംഭിച്ചിരുന്നു. അവിടെ നിന്നും BC 600-നും BC 400-നും ഇടയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഓറഞ്ച് കയറ്റുമതി ചെയ്യപ്പെടുമായിരുന്നു. AD 100-നും 700-നും ഇടയിൽ അറബ് വ്യാപാരികൾ കിഴക്കൻ ആഫ്രിക്കയിലേക്ക് ഓറഞ്ച് എത്തിച്ചത്. സ്പെയിനിലെ അറബ് അധിനിവേശ കാലത്ത് ഓറഞ്ച് ആദ്യമായിട്ട് യൂറോപ്പിലെത്തി. 16-ാം നൂറ്റാണ്ടോടെ ഓറഞ്ച് അമേരിക്കയിലും ബ്രസീലിലേക്കും എത്തപ്പെട്ടു. 1800-കളോടെ ഓറഞ്ച് ലോകമെമ്പാടും പ്രചരിക്കുകയും ആളുകളുടെ ഇഷ്ട ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്തു. 1890-കളിൽ ഓറഞ്ചിന്റെയോ മറ്റ് സിട്രസ് പഴങ്ങളുടെയോ ജ്യൂസ് കുടിക്കുന്നത് വിറ്റാമിൻ കുറവുള്ള രോഗമായിട്ടുള്ള സ്കർവിയെ തടയുമെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനാൽ ഓറഞ്ചിനും ഓറഞ്ച് ജ്യൂസിനുമുള്ള ആവശ്യം വളരെയധികം വർദ്ധിച്ചു. അതോടെയാണ് ഓറഞ്ച് ജ്യൂസ് നിർമ്മാണം ഒരു വ്യാവസായികമായിട്ട് വളർന്നു തുടങ്ങിയത്. 1920-ൽ ഓറഞ്ച് ജ്യൂസ് നിർമ്മാണ മേഖലയിൽ ഉണ്ടായ വികസനം ഓറഞ്ച് ജ്യൂസിന്റെ ജനപ്രീതി ആളുകൾക്കിടയിൽ നാടകീയമായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ആദ്യകാലങ്ങളിൽ വലിപ്പക്കുറവോ മറ്റു കേടുകളോ പാടുകളോ മൂലം നേരിട്ട് കടയിൽ വിൽക്കാൻ സാധിക്കാത്ത ഓറഞ്ചുകളായിരുന്നു ജ്യൂസ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ ആ രീതിയിലൊക്കെ മാറ്റം വന്നു. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 8 ഘട്ടങ്ങളാണ് ഓറഞ്ച് ജ്യൂസിന്റെ വ്യാവസായിക നിർമ്മാണത്തിലുള്ളത്. ഹാർവെസ്റ്റിംഗ്, ക്ലീനിങ്, ഗ്രേഡിംഗ്, എക്സ്ട്രാക്ഷൻ, കോൺസെൻട്രേഷൻ, റീകോൺസ്റ്റിറ്റ്യൂഷൻ, പാസ്ചറൈസേഷൻ, ഫില്ലിംഗ് എന്നിവയാണവ. ഓരോ പ്രോസസ്സും എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഫാക്ടറികളിൽ ഓറഞ്ച് ജ്യൂസ് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഹാർവെസ്റ്റിംഗ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഓറഞ്ച് മരത്തിൽ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലാണ് ഓറഞ്ച് മരങ്ങൾ കൃഷി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും അധികം ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലാണ്. പ്രതിവർഷം 1.5 കോടി മെട്രിക് ടൺ ഓറഞ്ചാണ് ബ്രസീലിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണയായിട്ട് കർഷകർ സംഘം ചേർന്നോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ ആയിട്ടാണ് ഓറഞ്ച് കൃഷി ചെയ്യുന്നത്. ഓരോ രാജ്യത്തെയും കാലാവസ്ഥയും കൃഷിരീതി അനുസരിച്ച് ഓറഞ്ചിന്റെ വിളവെടുപ്പ് കാലം വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് സീസൺ എങ്കിൽ തെക്കേ ഇന്ത്യയിൽ അത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ നീളും. തോട്ടങ്ങളിൽ വിളവെടുപ്പിന് പാകമായിട്ടുള്ള ഓറഞ്ചുകൾ പറിച്ചെടുത്തതിന് ശേഷം അവയെ കളക്ഷൻ സെന്ററിൽ എത്തിച്ച് ബോക്സുകളിൽ പാക്ക് ചെയ്യുന്നു. ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഓറഞ്ച് പെട്ടികൾ ഒന്നെങ്കിൽ വിപണനത്തിനായിട്ട് മാർക്കറ്റുകളിലേക്കോ അല്ലെങ്കിൽ ജ്യൂസ് നിർമ്മാണത്തിനായിട്ട് ജ്യൂസ് ഫാക്ടറിയിലേക്കോ ആണ് അയക്കപ്പെടുന്നത്. ജ്യൂസ് ഫാക്ടറിയിലേക്ക് ട്രക്കുകളിലാണ് ഓറഞ്ചുകൾ സാധാരണ രീതിയിൽ എത്തിക്കുക. ഫാക്ടറിയിൽ എത്തിച്ച ശേഷം ഓറഞ്ചുകളെ പെട്ടിയിൽ നിന്നും ഒരു കൺവെയർ ബെൽറ്റിൽ നിക്ഷേപിക്കുന്നു. ഈ കൺവെയർ ബെൽറ്റ് ഓറഞ്ചുകളെ സ്റ്റോറേജ് ബിന്നിൽ എത്തിക്കുന്നു. ഇനി പ്രിലിമിനറി ഗ്രേഡിംഗ് ആണ്. ഫാക്ടറിയിലെ ഓറഞ്ച് ജ്യൂസ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നേ ഓറഞ്ചിന്റെ ഗ്രേഡിംഗ് നടത്തപ്പെടും. ഫാക്ടറിയിൽ എത്തിച്ച ഓറഞ്ചിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ടെസ്റ്റാണ് ഗ്രേഡിംഗ്. ഫാക്ടറിയിലെ ഒരു ഗ്രേഡിംഗ് ഇൻസ്പെക്ടർ സ്റ്റോറേജ് ബിന്നിൽ നിന്നും 20 കിലോഗ്രാമോളം ഓറഞ്ച് ശേഖരിച്ചതിന് ശേഷം അവ ജ്യൂസ് ഉണ്ടാക്കുവാൻ ആവശ്യമായി പാകമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്രേഡിംഗ് ഇൻസ്പെക്ടർ ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷം ഫാക്ടറിയിലെ ബാക്കി പ്രോസസ്സുകളിലേക്ക് കടക്കാറുള്ളൂ. അടുത്തത് ക്ലീനിങ്. സ്റ്റോറേജ് ബിന്നിൽ എത്തപ്പെട്ട ഓറഞ്ചുകൾ ഗ്രേഡിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കിയ ശേഷം അടുത്തതായിട്ട് ക്ലീനിങ് പ്രോസസ്സിന് വിധേയമാക്കപ്പെടും. തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നതിനാൽ ഓറഞ്ചിൽ സ്വാഭാവികമായിട്ടും പൊടിയും അഴുക്കും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോറേജ് ബിന്നിൽ നിന്നും ഓറഞ്ചുകൾ കൺവെയർ ബെൽറ്റുകളുടെ സഹായത്തോടെ റോളർ ബ്രഷുകൾ ഉപയോഗിച്ച് കഴുകുന്നു. കഴുകുന്നതിനായിട്ട് ഡിറ്റർജന്റ് ഉപയോഗിക്കാറുണ്ട്. ഓറഞ്ചിനെ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിറ്റർജന്റ് ഉപയോഗിച്ച് അവ കഴുകുന്നത്. അതിനുശേഷം ശുദ്ധമായ ജലം ഉപയോഗിച്ച് ഓറഞ്ചുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നു. അടുത്തത് ഗ്രേഡിംഗ്. ക്ലീനിങ് പ്രോസസ്സിന് ശേഷം എത്തുന്ന ഓറഞ്ചുകളിൽ നിന്നും ജ്യൂസ് നിർമ്മിക്കുവാൻ കൊള്ളാത്ത പാകമാകാത്തതും ചീത്തയായതുമായിട്ടുള്ള ഓറഞ്ചുകൾ മാനുവലായിട്ട് നീക്കം ചെയ്യുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ കൺവെയർ ബെൽറ്റിലൂടെ തങ്ങളുടെ മുന്നിലൂടെ നീങ്ങുന്ന ഓറഞ്ചുകളിൽ നിന്നും ഫാക്ടറി തൊഴിലാളികൾ ജ്യൂസ് നിർമ്മാണത്തിന് ഉപയോഗശൂന്യമായിട്ടുള്ള ഓറഞ്ചുകൾ കൈകൊണ്ട് നീക്കം ചെയ്യുന്നു. ഇത്തരത്തിൽ മാനുവലായിട്ട് ഓറഞ്ചുകൾ നീക്കം ചെയ്യുന്നതിലൂടെ ഓറഞ്ച് ജ്യൂസിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, എക്സ്ട്രാക്ഷൻ.
ഓറഞ്ച് ജ്യൂസ് നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ഓറഞ്ചിൽ നിന്നും അവയുടെ നീര് പിഴിഞ്ഞെടുക്കുന്നത്. ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പിഴവ് പോലും ഓറഞ്ച് ജ്യൂസിന്റെ ഗുണമേന്മയെ സാരമായിട്ട് ബാധിക്കും. ഓറഞ്ചിന്റെ തൊലിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കയ്പ് രസമുണ്ട്. ഈ കയ്പ് ഓറഞ്ചിൽ നിന്നും വേർതിരിക്കുന്ന ഓറഞ്ച് നീരിൽ കലരാനിടയായാൽ അത് ഓറഞ്ച് ജ്യൂസിന്റെ രുചി തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻസിയുള്ള എക്സ്ട്രാക്ടിംഗ് മെഷീനിൽ ഉപയോഗിച്ചിട്ടാണ് ഓറഞ്ചിൽ നിന്നും ഓറഞ്ച് നീര് വേർതിരിക്കുന്നത്. ഓറഞ്ചിൽ നിന്നും നീര് വേർതിരിച്ചതിന് ശേഷം അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ ഓറഞ്ച് നീരിൽ കലരാതെ നീക്കം ചെയ്യാനുള്ള സംവിധാനവും ആധുനിക രീതിയിലുള്ള എക്സ്ട്രാക്ഷൻ മെഷീനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് പിഴിഞ്ഞ് നേരെടുത്ത് അവശിഷ്ടം പുറന്തള്ളാൻ ഇത്തരത്തിലുള്ള എക്സ്ട്രാക്ഷൻ മെഷീനുകൾക്ക് 3 സെക്കൻഡുകളാണ് എടുക്കുന്നത്. എക്സ്ട്രാക്ഷൻ പൂർത്തിയാക്കിയ ശേഷം പുറത്തെത്തുന്ന ഓറഞ്ച് നീരിനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നു. കോൺസെൻട്രേഷൻ. നാച്ചുറൽ ഓറഞ്ച് ജ്യൂസ് വളരെ കുറച്ചു കാലം മാത്രമേ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓറഞ്ച് നീരിനെ ഓറഞ്ച് പൾപ്പാക്കി മാറ്റുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് തെർമലി ആക്സിലറേറ്റഡ് ഷോർട്ട് ടൈം ഇവാപ്പറേറ്റർ. ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ ചൂടുള്ള നീരാവി ഉപയോഗിച്ച് ഓറഞ്ച് നീരിനെ വായുരഹിത സംവിധാനത്തിനുള്ളിൽ ചൂടാക്കി അതിൽ നിന്നും വാട്ടർ കണ്ടന്റ് നീക്കം ചെയ്യുന്നു. ഇങ്ങനെ വാട്ടർ കണ്ടന്റ് നീക്കം ചെയ്യുന്നതോടെ ലഭിക്കുന്ന ഓറഞ്ച് പൾപ്പ് വാക്വം ഫ്ലാഷ് കൂളർ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ 13 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് തണുപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം റെഫ്രിജറേറ്റർ സംവിധാനമുള്ള വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിൽ തണുപ്പിച്ച് സംഭരിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. വലിയ ടാങ്കുകളിൽ തണുപ്പിച്ച് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ച് പൾപ്പ് കുടിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ജ്യൂസാക്കി മാറ്റുന്ന ഘട്ടമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ റെഫ്രിജറേഷൻ ടാങ്കുകളിൽ നിന്നും ഓറഞ്ച് പൾപ്പ് പുറത്തെടുത്ത് വെള്ളം ചേർത്ത് വീണ്ടും കുടിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഓറഞ്ച് പൾപ്പിൽ വളരെ കൃത്യമായ അളവിൽ ജലം ചേർത്തില്ല എങ്കിൽ അത് ഓറഞ്ച് ജ്യൂസിന്റെ നിറത്തെയും മണത്തെയും ഗുണമേന്മയും ഒക്കെ സാരമായിട്ട് ബാധിക്കും. ഓറഞ്ച് ജ്യൂസിൽ അധികമായി ചേർക്കുന്ന ഫ്ലേവറുകൾ ആഡ് ചെയ്യപ്പെടുന്നതും ഈ ഘട്ടത്തിലാണ്. ഇനി പാസ്ചറൈസേഷൻ. റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം ലഭ്യമായ ഓറഞ്ച് ജ്യൂസ് പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കുന്ന പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ചൂട് നീരാവിയുടെയോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിന്റെയോ സഹായത്തോടെ 85 മുതൽ 94 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 30 സെക്കൻഡ് നേരം ചൂടാക്കിയാണ് ഓറഞ്ച് ജ്യൂസിന്റെ പാസ്ചറൈസേഷൻ പൂർത്തിയാക്കുന്നത്. പാസ്ചറൈസേഷൻ പൂർത്തിയാക്കുന്നതോടെ ഓറഞ്ച് ജ്യൂസ് ഫില്ലിങ്ങിന് തയ്യാറാകുന്നു. ഫില്ലിംഗ്. പാസ്ചറൈസേഷന് ശേഷം ഓറഞ്ച് ജ്യൂസ് അതിന്റെ ചൂട് നഷ്ടപ്പെടാതെ തന്നെ ബോട്ടിലുകളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പാസ്ചറൈസേഷന് ശേഷം ഒരു വലിയ ടാങ്കിൽ നിറയ്ക്കപ്പെടുന്ന ഓറഞ്ച് ജ്യൂസ് ഫില്ലിംഗ് മെഷീനറിയുടെ സഹായത്തോടെ പ്രീ ഹീറ്റ് ചെയ്ത മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളിൽ നിറയ്ക്കുന്നു. പ്രീ ഹീറ്റ് ചെയ്യാൻ സാധിക്കാത്ത പൗച്ചുകളിൽ ഓറഞ്ച് ജ്യൂസ് നിറയ്ക്കുന്നത് തീർത്തും അണുവിമുക്തമായിട്ടുള്ള സംവിധാനത്തിനുള്ളിൽ വെച്ച് മാത്രമാണ്. ബോട്ടിലുകളിലും പൗച്ചുകളിലും നിറയ്ക്കുന്ന ഓറഞ്ച് ജ്യൂസ് നിറച്ചതിന് ശേഷം കഴിയുന്നത്ര വേഗത്തിൽ അവയെ റെഫ്രിജറേഷൻ സംവിധാനത്തിലേക്ക് മാറ്റി തണുപ്പിക്കുന്നു. ബോട്ടിലുകളിലും പൗച്ചുകളിലും നിറയ്ക്കുന്ന ഈ ഓറഞ്ച് ജ്യൂസ് 6 മുതൽ 8 മാസം വരെ സാധാരണ ഊഷ്മാവിൽ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും. ഇങ്ങനെയാണ് ഫാക്ടറിയിൽ ഓറഞ്ച് ജ്യൂസ് നിർമ്മിക്കുന്നത്. ഇനി ഒരു ഓറഞ്ച് ജ്യൂസ് നുണഞ്ഞുകൊണ്ട് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരോടും പങ്കുവെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ മറക്കാതെ എഴുതി അറിയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.